CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കടങ്ങോട് പഞ്ചായത്തിലെ ആദൂരിൽ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെ തെരുവുനായ ആക്രമിച്ചു. പേവിഷബാധ ലക്ഷണങ്ങളുള്ള നായയെ പിന്നീട് പിടികൂടി. കുന്നംകുളം കൂർക്കൻപാറയിൽ പുതിയ താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്കായി എത്തിച്ച കോൺക്രീറ്റ് മിക്സിംഗ് ലോറി കത്തിനശിച്ചു. അമ്മു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ് നശിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോലീസിൽ പരാതി നൽകുമെന്നും കമ്പനി അധികൃതർ. കേരളത്തിന്റെ ആരോഗ്യരംഗം ഉൾപ്പെടെ സർവ്വമേഖലയും തകർന്നടിഞ്ഞുവെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. CPM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ ചിറ്റണ്ടയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ജനകീയ വിചാരണ സദസ്സ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ പേവിഷബാധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ 39ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസ് തൃശൂർ ബിനി ഹെറിറ്റേജിൽ P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാണ് ഇടതുപക്ഷ സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് മുരളി പെരുന്നെല്ലി MLA. ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരിയിൽ ഇരട്ട വീട് ഒറ്റ വീടാക്കൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊന്നയൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങുമുറിഞ്ഞ് വീടിന്റെ മേൽക്കൂര തകർന്നു. കൊഴിങ്ങര രവിനഗർ ഇസ്മായിൽ റോഡിൽ മാമ്പുള്ളി രാജുവിന്റെ ഓടിട്ട വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. പുലിയന്നൂർ വെള്ളാറ്റഞ്ഞൂർ റോഡിനു സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ ചൊവ്വന്നൂർ സ്വദേശി ഭരത്തിനാണ് പരിക്കേറ്റത്. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും അനധികൃത കേറ്ററിംഗ് സ്ഥാപനങ്ങൾക്കെതിരെയും ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. വിജയിക്കണമെന്ന നമ്മുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ മറ്റൊന്നും തടസ്സമാകരുതെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആദരണീയം 2025 ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPI വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രമുഖ CPI നേതാവായിരുന്ന MC കുഞ്ഞുമോൻ അനുസ്മരണം നടത്തി. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് പുനർനിർമ്മിച്ചു നൽകിയ വീട് കുടുംബത്തിന് കൈമാറി. പറക്കാട് വെൽഫെയർ അസോസിയേഷൻ വാർഷിക പൊതുയോഗവും ഔഷധക്കഞ്ഞി കിറ്റ് വിതരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ഹെൽത്ത് കാർഡിന്റെ വിതരണോദ്ഘാടനവും നടന്നു. ദീർഘകാലം ചൊവ്വന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന CK ജോണിന്റെ 1ാം ചരമദിനം ചൊവ്വന്നൂർ മരത്തംകോട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. കല്ലുംപുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 20ാം കുടുംബസംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിനു വേണ്ടി സ്വന്തമായി വാങ്ങിയ 2 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ചൈതന്യ സ്കൂളിലെ കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുവാൻ റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ലൂമിയോ ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനവും നടന്നു. കുന്നംകുളം നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് കൂട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയിൽ ഇംഗ്ലീഷ് ഭാഷയെയും സാഹിത്യത്തെയും മുൻനിർത്തി സംവാദം നടന്നു. ചൂണ്ടൽ പഞ്ചായത്ത് 10ാം വാർഡ് മഴുവഞ്ചേരിയിൽ കിരണം കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.